ആദ്യ ചിത്രത്തിലൂടെ തന്നെ ചിത്ര സംയോജനത്തിലുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് നേടിയ അരവിന്ദ് മന്മഥരാണ് ഇന്നത്തെ മോർണിംഗ് ഷോയിൽ നമ്മുടെ അതിഥി. ഷോർട്ട് ഫിലിം ചെയ്യുന്നതിനായി എഡിറ്റ് യൂട്യൂബിലൂടെ പഠിച്ച് പിന്നീട് സിനിമ എഡിറ്ററായി മാറിയ അരവിന്ദിന്റെ വിശേഷങ്ങളാണ് ഇന്ന് അതിഥിയിൽ. കണ്ടിട്ട് വരാം. ചിത്ര സംയോജനത്തിന് എഡിറ്റിങ്ങിന് ആദ്യ ചിത്രത്തിലൂടെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് നേടിയ അരവിന്ദ് മന്മഥരാണ് നമ്മോടൊപ്പം. ഹായ് അരവിന്ദ്. ഹായ്. ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഫിലിമിൽ തന്നെ അവാർഡ്. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഫിലിമിൻ്റെ ഒരു എക്സ്പീരിയൻസ്? അതിലേക്ക് എങ്ങനെയാണ് വന്നത്? ശ്യാം സാറിൻ്റെ ഒരു ഞായറാഴ്ച എന്ന് പറഞ്ഞ പടത്തിനാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. സാറിനും ബെസ്റ്റ് ഡയറക്ടറിന് അവാർഡ് കിട്ടിയിട്ടുണ്ട് ആ ഫിലിമിന്. ഈ ഫിലിമിലേക്ക് വന്നത് ഞാൻ കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് വിന്നർ അപ്പു ഭട്ടതിരി, എഡിറ്റർ അപ്പു ഭട്ടതിരി, പുള്ളി അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ശ്യാം സാറിൻ്റെ അസോസിയേറ്റ് ഋത്തിക് ബൈജു എന്ന് പറഞ്ഞ പുള്ളിയെ പരിചയപ്പെട്ടത്. അങ്ങനെ ആ ചേട്ടനുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായി. ആ ചേട്ടൻ വഴിയാണ് ശ്യാം സാറിൻ്റെ ഈ വർക്കിലേക്ക് വന്നത്. ആക്ച്വലി ഈ വർക്കിൻ്റെ ഫസ്റ്റ് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റഫ് കട്ട് ചെയ്ത് സാറിനെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അതിലേക്ക് പോയത്. അങ്ങനെ ആ റഫ് കട്ട് കണ്ട് സാറിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഫ്രഷ് വരുമ്പോഴും ഞാൻ തന്നെ ബാക്കിയും കൂടെ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞു സാർ. അങ്ങനെയാണ് ആ പ്രോജക്റ്റിൽ ജോയിൻ ആയത്. ശ്യാം പ്രസാദ് നമ്മുടെ അടുത്ത് തന്നെയുള്ള ഏറ്റവും മികച്ച സംവിധായകന്മാരിൽ ഒരാളാണ്. വളരെ നന്നായിട്ട് നല്ല ക്രാഫ്റ്റ് ഉള്ള ഒരു സംവിധായകൻ. അപ്പോൾ മുപ്പരായിട്ട് തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം ചെയ്യാൻ പറ്റിയപ്പോൾ എന്താ അനുഭവം? ഫസ്റ്റ് എനിക്ക് വലിയ പേടിയായിരുന്നു ആ പടത്തിൽ ജോയിൻ ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത്. കാരണം ഞാൻ ഒരു ന്യൂ കമറാണ്. കുറച്ച് പടങ്ങൾ മാത്രമേ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ എഡിറ്റിൽ. അതുകൊണ്ട് ഭയങ്കര പേടിയുണ്ടായി. പക്ഷേ ഫസ്റ്റ് കട്ട് കണ്ട് സാർ നല്ലൊരു അഭിപ്രായം പറയുമ്പോൾ കുറച്ച് കോൺഫിഡൻസ് കിട്ടി. അങ്ങനെ പിന്നെ സാറിനെ മീറ്റ് ചെയ്ത് പിന്നെ സാറിനായിട്ട് കുറച്ച് സംസാരിക്കാനൊക്കെ അവസരം കിട്ടി. അങ്ങനെ പുള്ളി സ്ക്രിപ്റ്റ് വായിച്ചു. ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. പുള്ളിയുടെ ഫിലിം മേക്കിംഗ് ഒക്കെ ഭയങ്കര യുണീക്കായിട്ടുള്ളൊരു സംഭവമാണ്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. എഡിറ്റിങ്ങിലേക്ക് തന്നെ എങ്ങനെയാണ് വന്നത്? പഠിച്ച് അങ്ങനെ എഡിറ്റിങ്ങിലേക്ക് വരികയാണ് ചെയ്തത്? അതോ പിന്നെ ഇപ്പോൾ പുതിയൊരു കാലഘട്ടത്തിലായാലും ഷോർട്ട് ഫിലിമിലേക്കാണല്ലോ വരുന്നത്. എങ്ങനെയാണ് എൻട്രി എഡിറ്റിങ്ങിലേക്ക്? ഞാൻ +1 പഠിക്കുമ്പോഴാണ് +1 മോഡൽ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടുത്തെ ഒരു വൈബൊക്കെ വേറൊരു വൈബായിരുന്നു. മൊത്തം എങ്ങോട്ട് നോക്കിയാലും ഒരു സിനിമ വിലയോ. അപ്പോൾ അവിടെ നിന്ന് കയറിയതാണ് സിനിമ എന്ന് പറയുന്ന സംഭവം. അങ്ങനെ +2 കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വഴി ഡിഗ്രി സമയത്തായിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. ആ ഷോർട്ട് ഫിലിം എന്ന് വെച്ചാൽ ചെറിയൊരു DSLR തട്ടിക്കൂട്ടൊരു ഷോർട്ട് ഫിലിമായിരുന്നു. പക്ഷേ ഷൂട്ടായി കഴിഞ്ഞിട്ടാണ് എഡിറ്റിംഗ് എന്ന പ്രോസസ്സിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ അത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമാണ് പിന്നെ മനസ്സിലായി. സ്റ്റുഡിയോ റെൻറ്റൊക്കെ എടുക്കേണ്ടി വരും. ആ സമയത്ത് നെറ്റൊക്കെ അൺലിമിറ്റഡ് ഫ്രീ ആയിട്ടുള്ള സമയമായിരുന്നു. അപ്പോൾ നമ്മൾ നെറ്റിൽ നോക്കി ഈ എഡിറ്റിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്, ഏതൊക്കെ സോഫ്റ്റ്വെയർസാണ് യൂസ് ചെയ്യുന്നതൊക്കെ നോക്കി. അങ്ങനെ കുറച്ച് ഫ്രീ സോഫ്റ്റ്വെയർസിന് ഡീറ്റെയിൽസ് കിട്ടി. അപ്പോൾ അതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടാണ് ആ ഷോർട്ട് ഫിലിം മൊത്തം കംപ്ലീറ്റ് ചെയ്ത് തീർത്തത്. സ്വന്തമായിട്ട് തന്നെ എഡിറ്റ് ചെയ്തു. എൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ഞാൻ തന്നെ സ്വന്തമായിട്ട് ഓൺലൈൻ വഴി പഠിച്ച് ഫ്രീ സോഫ്റ്റ്വെയർസ് ബേസിക് ആയിട്ടുള്ള കുറച്ച് എഡിറ്റ് മാത്രമേ അതിൻ്റെ ഉള്ളൂ. അത് കഴിഞ്ഞ് ഫ്രണ്ട്സിൻ്റെ കുറച്ച് ഷോർട്ട് ഫിലിംസ് വന്നു. അപ്പോഴേക്കും അതിനായിട്ട് ബെറ്റർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ നോക്കിപ്പോയി ആ സോഫ്റ്റ്വെയറിലോട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സിൻ്റെ കുറേ വർക്ക്സ് വന്നു. അതൊക്കെ ചെയ്തു. പിന്നെ യൂട്യൂബിൽ ചെറിയ വീഡിയോസ് ഉണ്ടാക്കിയിട്ട് അതിലൂടെയാണ് ആ ഒരു എഡിറ്റിങ്ങിൻ്റെ ഒരു ക്രൈസായിട്ട് വന്നത്. എഡിറ്റിംഗ് മേഖലയെന്ന് തോന്നിയത് ആ സമയത്താണോ? അല്ല, അതപ്പോഴല്ല. ആക്ച്വലി ഒരു ഡയറക്ടർ ആണോ എന്നുള്ള രീതിക്കാണ് ഞാൻ വന്നത് ഈ മേഖലയിലോട്ട്. പക്ഷേ പെട്ടെന്നൊരു ഡയറക്ടർ, ഇപ്പോൾ എഡിറ്റർ അസിസ്റ്റൻ്റ് ആവുന്നതിനെക്കാട്ടി പാടാണ് ഒരു ഡയറക്ടറിൻ്റെ അസിസ്റ്റൻ്റ് ആവുന്നത്. അപ്പം ഞാൻ ആദ്യം ഡയറക്ടർ അസിസ്റ്റൻ്റ് ആവാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ കിട്ടിയിട്ടില്ല. അപ്പോൾ ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ഒരു നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മേഖലയിലോട്ട് വരാൻ കുറച്ചും കൂടി എളുപ്പമാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ എഡിറ്റിംഗ് കുറച്ചും കൂടി ചൂസ് ചെയ്തിട്ട് എടുത്ത് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ നോക്കി. അങ്ങനെയാണ് എഡിറ്റിങ്ങിലോട്ട് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇപ്പോൾ എഡിറ്റിങ്ങിന് തന്നെ ആദ്യത്തെ ഇൻഡിപെൻഡൻറ്റ് ഫിലിമിന് തന്നെ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ മേഖലയിൽ തന്നെയാണോ അതോ സ്വപ്നമായ സംവിധാനത്തിലേക്കുള്ള വഴികളാണ് തന്നെയാണത്? തീർച്ചയായിട്ടും സംവിധാനത്തിലുള്ള വഴിയാണ് നോക്കുന്നത്. പക്ഷേ ഞാൻ പറയില്ല, എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഇഷ്ടമാണ്. അപ്പോൾ അതിൽ ഏത് മേഖലയാണെങ്കിലും എനിക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ ക്യാമറയും ചെയ്തിട്ടുണ്ട് ചില വർക്കിന്. അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഏത് വർക്കായാലും ഞാൻ ചെയ്യും. സിനിമയിൽ തന്നെ ഒരു ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു സിനിമ നമ്മുടെ മുന്നിൽ എഡിറ്റിങ്ങിലേക്ക് വരുമ്പോൾ എന്താണ് നമ്മളൊരു കൺസേൺ? അപ്പോൾ എന്ത് ഫീല് കൊടുക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ എന്തായിരിക്കും ഒരു എഡിറ്ററുടെ ഒരു കൺസേൺ ഉണ്ടാവും ആ സമയത്ത്? കൺസേൺസ് അങ്ങനെ ഒന്നും നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഒരു സ്ക്രിപ്റ്റ് എഴുതിയ സ്റ്റോറി തന്നെ ആയിരിക്കത്തില്ല ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സിനിമ ആയിരിക്കില്ല എഡിറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. എപ്പോഴും മാറും. കാരണം ഇതൊരു കൊളാബറേറ്റഡ് ആയിട്ടുള്ള എല്ലാവരും ഗ്രൂപ്പ് എഫേർട്ട് ആയതുകൊണ്ട് പലരുടെയും അതിനകത്ത് തിങ്കിങ് പ്രോസസ്സ് വരുന്നതുകൊണ്ട് പല രീതിയിലുള്ള പടങ്ങളാണ് പലരും കാണുന്നത്.
അപ്പം എന്നെ സംബന്ധിച്ചോളപ്പം പ്യൂർലി സ്ക്രിപ്റ്റ് ബേസ്ഡ് ആയിട്ടാണ് ആദ്യം കട്ട് ചെയ്യാൻ നോക്കുന്നത്. ഞാനെന്നല്ല, എല്ലാവരും ആദ്യം സ്ക്രിപ്റ്റ് ബേസ്ഡിലാണ് കട്ട് ചെയ്യാൻ നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡയറക്ടറായിട്ടുള്ള മീറ്റിങ്സിലും ബാക്കി ക്രിയേറ്റീവ് ഹെഡ്സിനായിട്ടുള്ള മീറ്റിങ്ങിനിടയിലാണ് പിന്നെ പടത്തിന് പല ഫോമും വരികയും അങ്ങനെയാണ് ഒരു ഔട്ട്കം ഉണ്ടാവുന്നത്. ഇതിൽ എഡിറ്റിംഗ് തന്നെ സൗണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ. അപ്പോൾ ഈ സൗണ്ട് ചെയ്യുന്ന ആൾക്കാർ ഡയറക്റ്റായിട്ട് സംസാരിക്കും, മ്യൂസിക് ഡയറക്ടർ സംസാരിക്കാറുണ്ടോ? എങ്ങനെ നിങ്ങൾ ആ ഒരു ഇതുണ്ടാക്കിയെടുക്കുന്നത്? അത് കോൺടാക്ട് നല്ല തറവായിട്ടുള്ള കോൺടാക്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് ആ സമയത്ത്, ആ വർക്കിംഗ് പ്രോസസ്സിലൊക്കെ. കാരണം ആ ഒരു കോൺടാക്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് നല്ലൊരു ഔട്ട്കം കിട്ടത്തുള്ളൂ. ഇവർ നമ്മൾ റാപ്പ് വളരെ പ്രധാനപ്പെട്ട ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. നമ്മളിപ്പം നമ്മളിടുന്ന ഓരോ കട്ടിനനുസരിച്ചുള്ള ബീറ്റ് ആയാലും എല്ലാം ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. ചിലപ്പോൾ നല്ല റീവർക്ക് ചെയ്യേണ്ടി വരുന്ന പ്രോസസ്സ് കൂടെയാണ്. അപ്പോൾ ഇതിൽ പിന്നെ ഒരുപാട് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ പല രീതിയിൽ എങ്ങനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ? ഞാനിപ്പോൾ പ്രീമിയറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എഡിറ്റിങ്ങിൽ സോഫ്റ്റ്വെയർ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് അല്ല. ഞാൻ പല സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടുണ്ട്. പ്രീമിയർ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ കുറച്ചും കൂടി എന്താ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. സോഫ്റ്റ്വെയർസ് വലിയൊരു ഇമ്പോർട്ടൻസ് അല്ല. നമുക്ക് എല്ലാ ചെറിയ ഈവൻ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ എല്ലാം നമുക്ക് പടം ചെയ്യുന്നുണ്ട്, അങ്ങനെ ഇറക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് അത് വലിയ കൺസേൺ അല്ല. സോഫ്റ്റ്വെയർ ഇന്ന പർട്ടിക്കുലർ ഇത് വേണമെന്നൊന്നും കൺസേൺ അല്ല. ഇതിൻ്റെ ഒരു ഇതിൽ ഭയങ്കരമായിട്ട് എഫേർട്ട് തോന്നി ഫസ്റ്റ് ഫിലിം ഇൻഡിപെൻഡൻറ്റ് ഫിലിം, അത് ഭയങ്കരമായിട്ട് എഫേർട്ട് തോന്നിയ ഒരു അല്ലെങ്കിൽ നമ്മളൊരു എഡിറ്റിങ്ങിൽ ഒരു എഫേർട്ട് തോന്നിയ മുഹൂർത്തം ഏതാ? എഡിറ്റിങ്ങിൽ എഫേർട്ട് തോന്നിയ അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഇത് ഇൻഡിപെൻഡൻ്റ് ഫസ്റ്റ് ഫിലിം ആണെങ്കിലും എൻ്റെ ആ ഒരു 5ാമത്തെ ഫിലിമാണ്. ബാക്കിയുള്ള 4 ഫിലിമും ബാക്കിയുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ബാക്കി പ്രോസസ്സിങ്ങിലൊന്നും വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത ഫിലിംസ് ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് പടം തീവണ്ടി ആയിരുന്നു, ടൊവിനോ തോമസിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഡാങ്കിനി എന്ന് പറഞ്ഞ പടം ചെയ്തു, ലില്ലി, ഉടലാഴം. ഇപ്പോൾ മറിയമെന്ന് വിളക്കുന്നൊരു പടം പോകുന്നുണ്ട്. അതിൻ്റെ ബാക്കി വർക്കൊക്കെ ചെയ്തുകൊണ്ട് നടക്കുക. എഡിറ്റ് കഴിഞ്ഞ് ഡബും CG ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഒരു ധാരണകളൊക്കെ ഈ സിനിമകളിലൂടെ 5 സിനിമകളുടെ വർക്കിലൂടെ കൂടുതൽ ബെറ്റർ ആയിട്ടുണ്ട്. എങ്ങനെയാണ് അത്? ഞാൻ വിചാരിച്ച എഡിറ്റിംഗ് അല്ല സിനിമ എഡിറ്റിംഗ് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മുമ്പ് ഷോർട്ട് ഫിലിംസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അത് നമ്മളായ രീതിക്കാണ് ചെയ്യുന്നത്. പക്ഷേ സിനിമ അങ്ങനെയല്ല, നമ്മളായ രീതിക്കല്ല ചെയ്യേണ്ടത്. അതിൻ്റെ അകത്ത് ടെക്നിക്കലി ആയാലും പല കോംപ്ലിക്കേറ്റഡ് കുറേ കാര്യങ്ങളുണ്ട്. ഫ്രെയിം റൈറ്റ്സിൻ്റെ കാര്യങ്ങളായാലും ഔട്ട് ട്രാൻസ്ഫറിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് തീർച്ചയായിട്ടും പുള്ളിയോട് അസിസ്റ്റൻ്റായിട്ട് നിന്നുകൊണ്ട് അതിന് കുറച്ചൊക്കെ കാര്യങ്ങൾ ക്ലിയർ ആകാൻ പറ്റിയിട്ടുണ്ട്. സിനിമകളൊക്കെ നിരന്തരമായി കാണാറുണ്ടോ? ഇതിൻ്റെ ഒരു ഇത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും അത് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്? മനസ്സിലാക്കാൻ പടങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. പക്ഷെ കാണുന്ന സമയത്ത് ഇങ്ങനെ ആ ക്യാമറ ആംഗിൾ ഇങ്ങനെയാണ്, കട്ട് ഇങ്ങനെയാണ്, അങ്ങനെ ചിന്തിക്കാറില്ല. പടങ്ങൾ ഒരുപാട് കാണുന്നുണ്ട് എല്ലാ ലാംഗ്വേജിലും. ഞാൻ ഇപ്പം കുറച്ചുകൂടെ പഴയ പടങ്ങൾ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ കാണാത്ത കുറേ സംഭവങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അങ്ങനത്തെ പഴയ പടങ്ങൾ ഞാൻ ഇപ്പോൾ കുറച്ചും കൂടെ കാണാൻ പ്രിഫർ ചെയ്യുന്നത്. എല്ലാ ഇതിലും പടം കാണാം, അതാണ് നമ്മൾ എഡിറ്റിംഗ് സെൻസിൽ തന്നെ കാണാറുണ്ട് പടങ്ങൾ. എഡിറ്റിങ്ങിൻ്റെ സെൻസിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു പടം കാണുമ്പോൾ അങ്ങനെ ഒന്നും കാണാറില്ല, കണ്ടു കഴിഞ്ഞിട്ട് ചിന്തിക്കാറുണ്ട്. പടം കാണുമ്പോൾ പടത്തിൻ്റെ രീതിയിൽ കണ്ടിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഈ എഡിറ്റർ ആരാണെന്ന് നോക്കിയിട്ട് അങ്ങനെ പടം കാണാം? അങ്ങനെയില്ല, അങ്ങനെ കാണുന്നില്ല പടം. അങ്ങനെ എനിക്ക് ഇപ്പം ഞാൻ ഇപ്പോൾ വലിയൊരു പടം കണ്ടാലും ഒരാൾ ചോദിക്കും ആ പടത്തിലെ എടുത്ത് പുള്ളിയുടെ നല്ല എനിക്കറിയത്തില്ല, പുള്ളി പിന്നെ ഞാൻ നോക്കാറില്ല. ക്യാമറമാൻ ആയാലും പടം മൊത്തത്തിൽ എൻജോയ് എന്നുള്ളത് മാത്രമേ ഇതായിട്ട് ഞാൻ നോക്കുന്നുള്ളൂ. ഇപ്പോൾ നേരത്തെ വെച്ചാൽ താരം സംവിധായകൻ, പ്രൊഡ്യൂസർ, അത് ഇപ്പോൾ കുറേ കൂടി പിന്നെ അതിൻ്റെ ഓരോ ടെക്നിക്കൽ സൈഡിലേക്കും ആൾക്കാരെ ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യം. ആരാണ് എഡിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സൗണ്ട് മിക്സർ ആരാണ്, ഇങ്ങനെയുള്ളൊരു അത് പുതിയൊരു സാഹചര്യത്തിൽ അങ്ങനെ വരുന്നില്ലേ? അതിൻ്റെതായ ഒരു മെച്ചം ഈ മേഖലയിലുള്ള ആൾക്കാർക്കുണ്ടോ? മീൻസ് കുറേ കൂടി ആൾക്കാർ കുറേ കൂടി സ്പെഷ്യലൈസ് ചെയ്ത് വരിക അങ്ങനെ ചെയ്യുന്നുണ്ടോ? അതുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് അത് റെക്കഗ്നേഷൻ കിട്ടുന്നുണ്ട്, കുറച്ചും കൂടി ജോബ് ഓപ്പർച്യൂണിറ്റി കൂടുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ഈ കാലഘട്ടം ആയതുകൊണ്ടായിരിക്കാം, സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ടും എല്ലാവരും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചാണ് ഇപ്പോൾ റിവ്യൂ എഴുതുമ്പം പോലും എല്ലാവരും കാണിക്കുന്നത്. പുതുതായിട്ട് ഈ രംഗത്തേക്ക് കടന്നു വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ട്, സിനിമയുടെ പല ഭാഗമായിട്ടും കടന്നു വരുന്ന അവരോട് ഈ എഡിറ്റിംഗ് ഭാഗത്ത് നിന്ന് എന്താണ് അരവിന്ദിന് പറയാനുള്ളത്? എഡിറ്റിംഗ് ഭാഗമായിട്ട് പടം കാണുക, പടത്തെ എല്ലാ പടവും ഇഷ്ടപ്പെടുക, പടം കാണാൻ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ ഫസ്റ്റ് ഫിലിമിന് അവാർഡ് കിട്ടിയപ്പോഴേ എന്തായിരുന്നു ഒരു ഫീലിംഗ്? ഇനി ഫസ്റ്റ് ഫിലിമിന് അവിടെ സന്തോഷം ഉണ്ടായിരുന്നു, ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. വലിയ സന്തോഷം അത്രേ ഉള്ളൂ, വേറെ ഇനി കൂടുതലായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ട്.
വലിയ വലിയ ഡയറക്ടേഴ്സായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന വർക്ക് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുക്കണമെന്നുണ്ട്. അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മുന്നുള്ള പ്രോജക്ട്സ് ഏതെങ്കിലും വന്നിട്ടുണ്ടോ? പുതിയ ഫിലിംസ് ഇപ്പം ഒന്നും വന്നിട്ടില്ല. ഇപ്പം ഞാൻ മുന്നേ കമ്മിറ്റ് ചെയ്ത കുറച്ച് ഷോർട്ട് ഫിലിംസും കൊമേഴ്ഷ്യൽസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും സ്വപ്ന റോളിലേക്ക് തന്നെ വരട്ടെ എന്ന് ആശംസിക്കാം. എല്ലാ ആശംസകളും. ഓക്കെ.